ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. ഞങ്ങൾ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഏറ്റവും ക്വാളിറ്റിയിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളെയും പഠിപ്പിക്കാൻ പറ്റുന്ന ക്യാമ്പസുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുക്കിയിരിക്കുകയാണ് ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. നമ്മളൊക്കെ ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നവരാണ്. ഞങ്ങൾ 3 പേരും ടീച്ചേഴ്സാണ്. അതുകൊണ്ട് ഒരുപാട് കുട്ടികളെ കണ്ടതാണ്, ഒരുപാട് പാരൻസിനെ കണ്ടതാണ്, ഒരുപാട് ജേർണി കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അയ്യോ അതൊക്കെ ഭയങ്കര പൈസയാവും, നമുക്കൊരിക്കലും അത്രയും പൈസ ചിലവാക്കി പഠിക്കണോ, അതോ ഇനി 1 വർഷം കളഞ്ഞ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ, ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്. പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ നമ്മൾ കാണുന്നതാണ്. അപ്പം അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഓട്ടോമാറ്റിക്കലി, പക്ഷേ ഇത് പറയുമ്പോഴും ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്കത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രസ് മീറ്റിലായാലും നിങ്ങൾ എപ്പോഴും പറയുമ്പോഴായാലും വളരെ ഫീസ് കുറവിൽ നിങ്ങൾക്ക് പഠിക്കാൻ എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം കുറയുന്നു എന്നതിൽ ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് കുറയുമെന്ന് പറയുമ്പോൾ എത്രത്തോളം കുറയും? 7th to 10th നമ്മൾ സ്റ്റേറ്റ് ഉണ്ട്, CBSE ഉണ്ട്, ഓൺലൈനായിട്ടാണ് പ്യൂറായിട്ടും കൊടുക്കുന്നത്. ലൈവായിട്ടുള്ള എല്ലാ ഡേയ്സും ക്ലാസ് കൊടുക്കുന്നത്. 1 വർഷത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് 999 ആണ്. അപ്പം ഒരിക്കലും നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. തീർച്ചയായിട്ടും ഹോം ട്യൂഷൻസിന് വിടുമ്പോൾ പോലും മാസത്തിൽ അതിലും കൂടുതൽ പൈസ ആവുന്നുണ്ട്. 1 വർഷം ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റയർ സബ്ജക്റ്റ്. സ്ഥാപനം ചെറിയ കാലഘട്ടമായിട്ടുള്ള പുറത്ത് പേര് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിൾ എന്ന പേര് പറയാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇതിലുള്ള ആളുകൾ മുഴുവൻ ഒരുപാട് 25-35 വർഷം ഈ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് മുന്നിൽ വെക്കാനുള്ളതും അത് തന്നെയാണ്. ഈ സ്ഥാപനം ഈ വർഷം ഉണ്ടായ സ്ഥാപനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല. ഈ സ്ഥാപനത്തിലുള്ള ആളുകൾ മുഴുവൻ ഈ ഫീൽഡിൽ ധാരാളം വർഷം കടന്നു വന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഫ്യൂച്ചറിന് എത്ര ക്യാമ്പസുകളുണ്ട്, എത്ര ടീച്ചേഴ്സ് ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 ക്യാമ്പസുകളാണ് ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിൽ. അപ്പൊ കോഴിക്കോട് ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്, എറണാകുളം ഉണ്ട്, കൊല്ലം ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. ഇനി കേരളത്തിന് പുറത്തേക്ക് വേണമെങ്കിൽ കോയമ്പത്തൂരും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷം അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പം ഏകദേശം 100ഓളം ടീച്ചേഴ്സ് ഇപ്പൊ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ പേര് പോലെ തന്നെ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഈ ഗോകുലം ഗ്രൂപ്പ്, ഗോകുലം സാർ എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ ഒരു ട്രസ്റ്റിന്റെ പ്രതീകമാണ്. നമസ്കാരം. സൈന സത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. കുറഞ്ഞ ഫീസിൽ മികച്ച നീറ്റ് ജെയ് ടീച്ചേഴ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കേട്ടിരുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഇത്. ഈ ഒരു ആശയത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻസ് ആണ് ഇന്നിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിന്റെ ഫൗണ്ടേഴ്സും ഡയറക്ടേഴ്സുമാണ്. സ്വാഗതം. താങ്ക് യു. ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം പുതിയ സ്ഥാപനമാണ്, ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയൊരു സ്ഥാപനം. ഞങ്ങൾ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങളുടെ ആ ടാഗ് ലൈൻ തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത്. അത് തന്നെയാണ് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ഏറ്റവും ക്വാളിറ്റിയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളെയും പഠിപ്പിക്കാൻ പറ്റുന്ന ക്യാമ്പസുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുക്കിയിരിക്കുകയാണ് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ 3 പേരുടെയും മനസ്സിൽ ഇത് തന്നെയായിരുന്നു ആദ്യം വന്നതും? അതെ അതെ, നമ്മളൊക്കെ ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നവരാണ്. ഞങ്ങൾ 3 പേരും ടീച്ചേഴ്സാണ്. അതുകൊണ്ട് ഒരുപാട് കുട്ടികളെ കണ്ടതാണ്, ഒരുപാട് പാരൻസിനെ കണ്ടതാണ്, ഒരുപാട് ജേർണി കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു മിസ്സിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാക്ക് എന്നുള്ളത് ഫീൽ ചെയ്തത് ഇത് തന്നെയാണ്. പല സ്ഥലത്തും കുട്ടികൾക്ക് കോച്ചിങ് കിട്ടുന്നുണ്ട്, പക്ഷേ ഒന്നെങ്കിൽ അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ ഡ്രീംസ് ഉണ്ടെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ വരുന്നത് ഇതൊരു ലിമിറ്റേഷനായിട്ട് എപ്പോഴും കിടക്കുകയാണ്. അയ്യോ അതൊക്കെ ഭയങ്കര പൈസയാവും, നമുക്കൊരിക്കലും അത്രയും പൈസ ചിലവാക്കി പഠിക്കണോ, അതോ ഇനി 1 വർഷം കളഞ്ഞ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ, ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതൊരിക്കലും ഒരു കുട്ടിക്ക് ഒരു ലിമിറ്റേഷൻ ആവരുത് എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ നമ്മൾ കാണുന്നതാണ്. അപ്പം അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഓട്ടോമാറ്റിക്കലി, പക്ഷേ
ഇത് പറയുമ്പോഴും ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്കത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു വിഷനിൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങളെ പേര് പോലെ തന്നെ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഈ ഗോകുലം ഗ്രൂപ്പ്, ഗോകുലം ഗോപാലൻ സാർ എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ ഒരു ട്രസ്റ്റിന്റെ പ്രതീകമാണ്. അതെ. അതുപോലെ ഞങ്ങളെ പിന്നെ ആഡുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞങ്ങളെ ആഡുകൾ എന്താണ് അതിൽ കാണിക്കുന്ന മുഴുവൻ ഞങ്ങളൊപ്പമുള്ള വലിയ ടീച്ചേഴ്സിനെയാണ്. ഈ വലിയ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പിന്നെ ധാരാളം വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനൊപ്പം അവരുണ്ടാക്കി മുന്നേ കാലഘട്ടങ്ങളിൽ അവരുണ്ടാക്കിയെടുത്ത റാങ്കുകൾ, അത്തരത്തിലുള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾ ഒഴിപ്പിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്, ഇത് രണ്ടും ചേർന്നതാണ് ആക്ച്വലി ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം എന്ന ഒരു സ്ഥാപനം. അത് ഉറപ്പായി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് കേരളത്തിന് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേര് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പം സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പം ഇങ്ങനെ ഒരു കോച്ചിൻ്റെ ഭാഗമാവണമെങ്കിൽ വലിയ തുക കൊടുക്കണം എന്നൊരു കാരണത്താൽ തന്നെ കോച്ചിങ് വേണ്ട എന്ന് വെക്കുന്ന അവസ്ഥ വരാറുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രസ് മീറ്റിലായാലും നിങ്ങൾ എപ്പോഴും പറയുമ്പോഴായാലും വളരെ ഫീസ് കുറവിൽ നിങ്ങൾക്ക് പഠിക്കാം എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം കുറയുന്നു എന്നതിൽ ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് കുറയും പറയുമ്പോൾ എത്രത്തോളം കുറയും ഫീസ്? അത് ഓരോ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് ഓരോ രൂപത്തിലാണ് നമുക്ക് പറയേണ്ടത്. നമ്മളിപ്പോൾ ഒരു 7th മുതൽ 10th വരെ അല്ലെ 12th വരെയുള്ള കുട്ടികളുടെ ഒരു ട്യൂഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 7th to 10th നമ്മൾ സ്റ്റേറ്റ് ഉണ്ട്, CBSE ഉണ്ട്, ഓൺലൈനായിട്ടാണ് പ്യൂറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ടീച്ചേഴ്സ് ആ ടീച്ചേഴ്സിൻ്റെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ട് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് ലൈവായിട്ടുള്ള എല്ലാ ഡേയ്സും ക്ലാസ് കൊടുക്കുന്നത്. ഒരു വർഷത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് 999 ആണ്. അപ്പം ഒരിക്കലും നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഹോം ട്യൂഷൻസിന് വിടുമ്പോൾ പോലും മാസത്തിൽ അതിലും കൂടുതൽ പൈസ ആവുന്നുണ്ട്. ഒരു വർഷം ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റയർ സബ്ജക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് എല്ലാ കാര്യങ്ങളും എക്സാംസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. 999, അതും GST ഉൾപ്പെടെ. ഇതിപ്പോ ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ടാണോ അതോ കുട്ടികൾക്കൊക്കെ അത് നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്നൊരു ഉദ്ദേശമാണ്? എന്താ ഇതിന്റെ? അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാലും എല്ലാ കുട്ടികളും ട്യൂഷന് പോകുന്നില്ല. ആ ട്യൂഷന് പോവാത്തതിലുള്ള 2 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സാമ്പത്തികമായിട്ട് പാരന്റ്സിന് ചിലപ്പം അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ കുട്ടികളുടെ ഒരു പിയർ ഗ്രൂപ്പിലുള്ള ചില പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ്. അപ്പൊ ഇതൊരു ഓൺലൈനിൽ ഈ ഒരു അഫോർഡബിൾ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രഗ്ലിങ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടി തീർച്ചയായിട്ടും ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആവും. ഈ ഒരു ചെറിയ പൈസക്ക് എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ആ വർഷം പഠിപ്പിക്കാം എന്നുള്ള 100% കോൺഫിഡൻസ് നമുക്കുണ്ട്. അവർ പോവില്ല, ആ വർഷം മുഴുവൻ അവിടെ ഇരുന്ന് പഠിച്ച് സെറ്റായിട്ട് അവിടെ പോകുള്ളൂ. ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവില്ല എന്നുള്ള 100% കോൺഫിഡൻസ്, മുഴുവൻ മാർക്കും വാങ്ങിക്കൊടുക്കും എന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ആ ഉറപ്പുണ്ട്. പാരന്റ്സിന് ഒരു സംശയം വരുമല്ലോ, ഇപ്പം ഇത്രയും ചെറിയ പൈസക്ക് പഠിപ്പിക്കുന്നു, അതിന്റെ ഒരു ക്വാളിറ്റിയിൽ കുട്ടികളെ പോലെ തന്നെ മാതാപിതാക്കൾക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. അത് എങ്ങനെയാണ് നിങ്ങൾ? അല്ല, അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ എന്ന് പറയുന്നത്. കാരണം ഈ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ അവരെ എല്ലാ വീടുകളിലേക്കും എത്തിക്കാന്ന് പറയുന്നതിൽ ഏറ്റവും വലിയൊരു മീഡിയമാണ് ഓൺലൈൻ. അപ്പം എല്ലാ മികച്ച ഫാക്കൽറ്റീസിനെയും എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയം ഓൺലൈൻ ആകുമ്പോഴത്തേക്കും അവർക്ക് ആപ്പിൽ വീട്ടിൽ തന്നെ കിട്ടും. അപ്പം ഒരു പ്രശ്നം, ഇപ്പോൾ ജാവി പറഞ്ഞു, ഫിനാൻഷ്യൽ പ്രശ്നമാകുമ്പോൾ വേറൊരു പ്രശ്നം ആക്സസിബിലിറ്റി ആണ്. അത് ഏറ്റവും റിമോട്ട് ഏരിയാസിൽ ചിലപ്പോൾ കുട്ടികൾക്ക് സിറ്റീസിൽ വന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്കൂൾ കഴിഞ്ഞ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് ട്യൂഷൻ പോയിട്ട് വരാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് ഓൺലൈനിൽ ഇത് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് വീട്ടിലെ കംഫർട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഓൺലൈൻ കോഴ്സ് പറഞ്ഞ പോലെ ഒരുപാട് വലിയ ഫീസുള്ള മറ്റൊരു കോഴ്സാണ് നീറ്റ് JEE റിപ്പീറ്റേഴ്സ് കോച്ചിങ് ബാച്ച്. അപ്പോൾ നമ്മളൊരു നോർമൽ ഒരു റിപ്പീറ്റർ ബാച്ച് എടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വിളിച്ച് ചോദിച്ചാൽ പോലും അവർ ഫീസ് ഡയറക്റ്റ് ഫോണിൽ കൂടെ പോലും വെളിപ്പെടുത്തില്ല, നേരിട്ട് വരൂ എന്നൊക്കെ അവർ പറയും. നമ്മൾ അതിന്റെ ഫീസ് പബ്ലിക്കായിട്ട് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ അങ്ങനെ ട്രാൻസ്പെറന്റ് ആണ്. നമ്മളെ വാങ്ങുന്ന ഫീസ് 70,000 ആണ്, 69,000 ആണ് നമ്മൾ വാങ്ങുന്ന ഫീസ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയും കുറഞ്ഞൊരു ഫീസിൽ നീറ്റ് JEE റിപ്പീറ്റേഴ്സ് കോഴ്സ് വേറെ ആരും നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒബ്വിയസ്ലി അത് എന്താണ് ഗോകുലം ഗ്രൂപ്പ് പോലത്തെ ഒരു വലിയ ഗ്രൂപ്പിന്റെ സപ്പോർട്ട് നമുക്ക് ഇതിലുണ്ട്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ആയ ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്കിത് ഈ രൂപത്തിൽ നടത്തി മുന്നേക്ക് പോകാൻ പറ്റുന്നത്. എനിക്കൊന്ന് എക്സ്പീരിയൻസ് ആയ ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
അത് തന്നെയാണോ? തീർച്ചയായിട്ടും അതായത് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ അവരെ ബ്രാൻഡ് ചെയ്യാണ് ആക്ച്വലി. കാരണം ഈ കുട്ടികൾക്ക്, അതായത് നമ്മുടെ ഇപ്പം ഈ ഒരു ഫീൽഡിലുള്ള പഠിച്ചു പോയ കുട്ടികൾ, ആ കുട്ടികളുടെ അനിയന്മാര് ഒക്കെ തന്നെ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത് എന്നെ പഠിപ്പിച്ച സാറാണ്, അവർക്ക് എല്ലാവർക്കും വിസിബിൾ ആവുന്ന രൂപത്തിൽ നമ്മൾ അവരെ പ്ലേസ് ചെയ്യാണ്. അവരെയാണ് നമ്മൾ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ റിസൾട്ടിലേക്ക് പോയതിന്റെ കാരണം ഇവരാന്നുള്ളത് അവർക്ക് എല്ലാവർക്കും തിരിച്ചറിവുണ്ട്. അതായത് ഈ സ്ഥാപനം ചെറിയ കാലഘട്ടമേ ആയിട്ടുള്ള പുറത്ത് പേര് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിൾ എന്ന പേര് പറയാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇതിലുള്ള ആളുകൾ മുഴുവൻ ഒരുപാട് 25-35 വർഷം ഈ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് മുന്നിൽ വെക്കാനുള്ളതും അത് തന്നെയാണ്. ഈ സ്ഥാപനം ഈ വർഷം ഉണ്ടായ സ്ഥാപനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല. ഈ സ്ഥാപനത്തിലുള്ള ആളുകൾ മുഴുവൻ ഈ ഫീൽഡിൽ ധാരാളം വർഷം കടന്നു വന്ന ആളുകളാണെന്നുള്ളതാണ്. ഇപ്പൊ ഫ്യൂച്ചറിന് എത്ര ക്യാമ്പസുകളുണ്ട്, എത്ര ടീച്ചേഴ്സ് ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 ക്യാമ്പസുകളാണ് ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിൽ. അപ്പൊ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളമുണ്ട്, കൊല്ലമുണ്ട്, ട്രിവാൻഡ്രമുണ്ട്. ഇനി കേരളത്തിന് പുറത്തേക്ക് വേണമെങ്കിൽ കോയമ്പത്തൂരും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷം അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പം ഏകദേശം 100ഓളം ടീച്ചേഴ്സ് ഇപ്പൊ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു, ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട്. അപ്പം നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമ്പസുകളിലും എല്ലാ ടീച്ചേഴ്സിനും ഏറ്റവും ക്വാളിറ്റിയുള്ള അതാത് സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ, അതായത് പല സ്ഥാപനങ്ങളിലും ഓൺലൈനിലുള്ള ഒരു പെർട്ടിക്കുലർ ടീച്ചേഴ്സ് ഓൺലൈനിൽ മാത്രം അവൈലബിൾ ആയിരിക്കും. ഇനി ചില ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഒരു പെർട്ടിക്കുലർ ടീച്ചേഴ്സ് ഉണ്ടാവും. ഈ രൂപത്തിലൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഓൺലൈനിലുള്ളവരെയും ഓഫ്ലൈനിലുള്ളവരെയും ഒരേപോലെ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിനെ കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പഠന രീതിയെ കുറിച്ചൊരു വീഡിയോ ഞാൻ കണ്ടു. പൊതുവെ നമ്മുടെ ഒരു ഐഡിയ നമ്മൾ മാക്സിമം പുറത്ത് പറയാതിരിക്കാനാണ് ശ്രദ്ധിക്കുക. പക്ഷെ വീഡിയോയില് ബാക്കിയുള്ള കുട്ടികൾക്ക് അത് ഉപകാരമാവട്ടെ എന്ന് ചിന്ത വരാനുള്ള കാരണം എന്താ? അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റവല്യൂഷനാണ്. കാരണം ഈ ഒരു ഫീസിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫീസിൽ കൊടുക്കുന്നത്, ഇത് ബാക്കിയുള്ള ആളുകൾക്ക് ക്രൈസിസ് വരില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നത് ഒരു കുട്ടിയുടെ സൈഡിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മളൊരു കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ്, ആ 2 പേര്, ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭംഗിയായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് തന്നെ ഏറ്റവും ഒരു മാസ് ഓഡിയൻസിനെ നമുക്ക് ഇതിന്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ പറ്റുകയും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മൊത്തം ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു കുറഞ്ഞ ഫീസിലേക്ക് വരികയും, അപ്പം എല്ലാ ആളുകൾക്കും, അതായത് ഞങ്ങളൊരു റിവീൽ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥാപനങ്ങളും ഇതിനെ മാതൃകയാക്കണം. അതിന്റെ ബെനിഫിറ്റ് അൾട്ടിമേറ്റ്ലി കിട്ടാൻ പോകുന്നത് ആ പാരന്റ്സിനും ആ കുട്ടിക്കും ആയിരിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റെവല്യൂഷൻ എന്ന് പറയുന്നത്. വലിയൊരു തോട്ടാണ് ശരിക്കും. ഇപ്പം ഗോകുലം ഗോപാൽ സാർ ഇതിന്റെ ഒരു ഫേസ് ആണല്ലോ. അപ്പൊ അദ്ദേഹത്തോട് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹം എന്തായിരുന്നു ആദ്യത്തെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? അല്ല, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഗോകുലം സ്കൂളുകൾ ഉണ്ട്, പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അപ്പോൾ വലിയൊരു ബിസിനസ്, ഒരു കിങ്ഡം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് റെസ്പെക്റ്റ് നമുക്ക് എന്തായാലും തോന്നും. ആൻഡ് നമ്മൾ ഈ സ്കൂളുകളോ ഈ കോളേജുകളോ ഒക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാവും വലിയ കോളേജുകളാണ്, വലിയ സ്കൂളുകളാണ്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന രീതിയിലുള്ള സ്കൂളുകളും കോളേജുകളുമാണ്. അപ്പം ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിലോ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്നാൽ അവിടുത്തെ ഫീസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. കേരളത്തിലുള്ള മറ്റുള്ള സ്കൂളുകളെ ഫീസ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ ഗോകുലം സ്കൂളും നോർമൽ ഉള്ള ഒരു സ്കൂളും തമ്മിലുള്ള ഫീസിന്റെ സ്ട്രക്ചറിൽ ഗോകുലം സ്കൂളിന്റെ ഫീസ് ഭയങ്കര കമ്പാരിറ്റീവ്ലി കുറവാണ്. ആ ഒരു കുറവ് തന്നെയാണ് ആക്ച്വലി നമ്മളെ ഈ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നതും നമ്മുടെ വിഷയമായിട്ട് വളരെ അധികം സെയിം ആണ്. ആൻഡ് അത് ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാള് നമ്മുടെ കൂടെ ചേരുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. ആൻഡ് സെയിം വിഷൻ ആണ്. അതുകൊണ്ടാണ് ഇത് ഉണ്ടാവാനുള്ള കാരണം. ഈ കുറഞ്ഞ സമയത്തിൽ ഫ്യൂച്ചർ കുട്ടികളുടെയും പാരന്റ്സിന്റെ ഇടയിൽ എത്തി ഇത്രയും പെട്ടെന്ന് ആളുകൾ ഇത് സംസാരിക്കുമ്പോൾ നിങ്ങളൊരു ഫൗണ്ടേഴ്സ് എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇപ്പൊ കേരളത്തിലുള്ള ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും കൂട്ടത്തിലേക്ക് നമുക്കും എത്താൻ പറ്റിയതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വലിയൊരു അക്സെപ്റ്റൻസ് ആണ് കിട്ടുന്നത്. ആ ഒരു ട്രസ്റ്റ് ഇപ്പൊ നമ്മളെ മുമ്പിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നു. ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തത് കൊണ്ട് തന്നെ
ഈ ട്രസ്റ്റിനെ നമ്മൾ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യും, ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ ഞങ്ങൾ ത്രൂ ഔട്ട് അതിനെ കൊണ്ടുപോയി ചെയ്യും. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ എല്ലാ പ്ലാനിങ്ങുകളിലും. അത് നമ്മളുടെ ഒരു അക്കാഡമിക്സിനെ സ്ട്രക്ചർ ചെയ്തത് പോലും നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിനൊരു അക്കാഡമിക് കൗൺസിൽ ഫോം ചെയ്തു, അവർക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഓരോ ക്ലാസ്സിനും അനുസരിച്ച് സ്ട്രക്ചർ ചെയ്തു. അതിൽ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നേരം അവരെല്ലാവരുടെയും ഒരു ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, ഒരു കണ്ടന്റ് ആണെങ്കിൽ പോലും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, കാരണം ഒരു ചാപ്റ്ററിൽ നിന്നും എന്ത് പഠിക്കണം, എന്ത് സ്കിപ്പ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ളത്, അങ്ങനെ അതിനെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത് ആ ഒരു സിംഗിൾ മെറ്റീരിയലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത്, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതൊക്കെ ബുക്ക് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. ഒറ്റ ബുക്ക് പഠിച്ചാൽ മതി, നമ്മൾ കൊടുക്കുന്ന ആ ഒരൊറ്റ ബുക്ക്. അതുമായി ബന്ധപ്പെട്ട് ജാബി പറയാനുള്ളത്, പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഏത് കുട്ടി ഏത് ക്ലാസ് പഠിക്കുന്ന കുട്ടിയായാലും കുട്ടിയെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം റിസോഴ്സിന്റെ ആധിക്യമാണ്. ഒരുപാട് അൺലിമിറ്റഡ് റിസോഴ്സ് കുട്ടിക്ക് മുന്നിലുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഈ ടീച്ചേഴ്സിനെ, ഈ ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട്, ഈ ഒരു NCERT സിലബസ് വെച്ചുകൊണ്ടാണ് നമ്മുടെ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്ന എക്സാം നീറ്റ് ആയും ചെയ്യാനും. അപ്പോൾ അത് വളരെ സ്ട്രക്ചേർഡായി ഓർഡറായി കൃത്യമായി ആ ഒരു മെറ്റീരിയൽ കുട്ടിക്ക് കൊടുത്ത് കുട്ടിയോട് പറയുന്നത് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നാണ്. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെല്ലാം ഉണ്ട്. നിങ്ങൾ അഡീഷണൽ ആയിട്ട് പുസ്തകം തിരഞ്ഞു പോകണ്ട, റിസോഴ്സിന് തിരഞ്ഞു പോകണ്ട. അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ സമയം വെറുതെ നഷ്ടപ്പെടും. ഇത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജും അത് തന്നെയാണ് നമ്മൾ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ല, ഇതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ കൗൺസിലും ഈ മെറ്റീരിയലും സ്ട്രോങ് ആക്കാനാണ് നമ്മൾ അക്കാഡമിക് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളെ തന്നെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ 35 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഗീതാ പ്രസാദ് സാറാണ്. പുള്ളി ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറാണ്. ഒത്തിരി വർഷത്തെ എക്സാമും സ്വന്തമായിട്ട് സ്ഥാപനം നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം ഹെഡായിരുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ ഓഫ്ലൈൻ ഹെഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയം, കേരളത്തിലെ ഈ മേഖലകളിൽ എല്ലാവർക്കും പരിചയമുള്ള റിജു ശങ്കർ സാറാണ്, കെമിസ്ട്രിയുടെ അധ്യാപകനാണ്. അതുപോലെ നമ്മുടെ ഓൺലൈൻ ഹെഡ് എന്ന് പറയുന്നത് ഫമീൽ മുഹമ്മദ് സാറാണ്. എന്ന് പറയുന്നത് ഇവരൊക്കെ ഈ മേഖലയിലുള്ള എല്ലാ കുട്ടികൾക്കും ഭയങ്കരമായി പരിചയമുള്ള ആളുകളാണ്. ഇവരാണ് നമ്മൾ ഹെഡ് ചെയ്യുന്നത്. തീർച്ചയായും അതിൽ നിന്ന് തന്നെ നമ്മളൊരു ക്വാളിറ്റി, നേരത്തെ ചോദിച്ച ഈ പിന്നെ പൈസ കുറയുമ്പോൾ ക്വാളിറ്റി കുറയുമ്പോൾ എന്നത് ഏതായാലും ഉത്തരം ആക്ച്വലി ഈ ഹെഡുമാർ തന്നെ മറുപടി പറയുന്നതാണ് നമുക്കിത് പറയാനുള്ളത്. ഇപ്പോൾ പൊതുവെ നീറ്റ് എക്സാം എന്ന് പറയുമ്പം കുട്ടികൾക്ക് അത്രയൊരു പ്രഷർ ഉണ്ട്. അതായത് എക്സാം കഴിയുന്നവരെ ഇത് പഠിക്കണം, ഇത് എങ്ങനെ പഠിച്ചെടുക്കും, അവരൊരു സ്ട്രെസ് ആയിരിക്കും, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഓരോ കുട്ടികളെയും ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഫ്യൂച്ചറിലേക്ക് വരുന്ന കുട്ടികളെ നിങ്ങൾ എങ്ങനെയായിരിക്കും അഡ്രസ്സ് ചെയ്യുക അവരുടെ പ്രശ്നങ്ങൾ? അത് ഡേ 1 മുതൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു അക്കാഡമിക് സ്ട്രക്ചറിൽ നമ്മൾ ഡേ 1 മുതൽ നമ്മൾ പ്ലാൻഡ് ആണ്. ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ ഒരു വർഷത്തേക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻഡ് ആണ്. അപ്പം ഒരു സെഷൻ 1 നമ്മളിപ്പോൾ ആദ്യത്തെ ഡേ വരുന്ന സമയത്ത് ആ ഒരു സെഷനിൽ ഒരു കുട്ടി തിയറി പഠിക്കുന്നു. ആ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അന്ന് വർക്കൗട്ട് ചെയ്യുന്നു, ക്ലാസ്സിൽ ടീച്ചേഴ്സ് ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഓൺലൈനാണ്. ഓൺലൈനിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അവർ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അത് വർക്കൗട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടി വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അവർ സെൽഫായിട്ട് ഇതിൽ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി തന്നെ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ എന്ത് ചെയ്യും, വളരെ ഹൈ ആയിരിക്കും. ഒരു റെഡിമെയ്ഡ് സിസ്റ്റത്തിൽ നിന്നും മാറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ കൂടുതൽ ഇൻവോൾവ്മെന്റ് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അവർക്ക് ഡൗട്ടുകൾ ഉണ്ടാവും, പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അതിൽ നമ്മൾ ആപ്പിന്റെ സപ്പോർട്ട് കൊടുക്കും. ആപ്പിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ ആ സമയത്ത് ടീച്ചേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടാകും അവർക്ക് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ഓഫ്ലൈൻ ഡേയിൽ പഠിച്ചു, ഓൺലൈൻ ഡേയിൽ അവർ കൂടുതലായിട്ട് അവർ സെൽഫായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഓൺലൈൻ ഡേ എന്ന് പോലും പറയുന്നില്ല, ഒരു സെൽഫ് റിവിഷൻ നടത്തുന്നു. നെക്സ്റ്റ് ഡേ 3rd ഡേ വന്നിട്ട് ആ കുട്ടി ഈ പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം എഴുതുന്നു. എന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് 3 ഡേയിലേക്കാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അക്കാഡമിക്സിനെ എൻ്റയർ ടോപ്പിക്സിനെ നമ്മൾ ത്രൂ ഔട്ട് കൊണ്ടുപോകും. അപ്പൊ എന്ന് വെച്ചാൽ ഞാനിനി പഠിക്കില്ല എന്ന് വിചാരിച്ച ഒരു കുട്ടി ക്ലാസ്സിൽ വന്നാൽ പോലും ആ കുട്ടിയെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു നീറ്റ് എക്സാമിന്റെ ഡേറ്റ് ഏകദേശം നമുക്കറിയാം, ഒരു JEE എക്സാമിന്റെ ഡേറ്റ് ഏകദേശം നമുക്കറിയാം. ആ ഡേറ്റ് വെച്ച് ഇപ്പോൾ തന്നെ പ്രീ പ്ലാൻ ചെയ്ത്, ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആ ഡേറ്റിന് അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്താണ് ഇതിന്റെ മുഴുവൻ എൻ്റയർ ഈ അക്കാദമിക്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ സംബന്ധിച്ച് ഈ സ്ട്രെസ്, ഒബ്വിയസ്ലി സ്ട്രെസ് ഉണ്ടാവും, ചെറിയ സ്ട്രെസ് ഇല്ലാതെ മുന്നിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ഒരുപാട് കുറയ്ക്കാൻ ഈ രൂപത്തിൽ നമ്മൾ പോകുമ്പോൾ സഹായിക്കുന്നതാണ്.
എനിക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് ഒരു മോട്ടിവേഷൻ എന്തായാലും ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതിപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് അവരെല്ലാവരും അവൈലബിൾ ആണ്. ടീച്ചേഴ്സ് ഒക്കെ ഹോസ്റ്റലിൽ പോകും. സോ ത്രൂ ഔട്ട് മെന്റർഷിപ്പ് അവർ കൊടുക്കുന്നുണ്ട്. ഇൻ അഡീഷൻ നമ്മൾ അവർക്ക് മെന്റേഴ്സിനെ കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം ആ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു വൈബ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ മെന്റേഴ്സ് ആയിട്ട് നിർത്തിയിട്ട് അപ്പം അവർ ഡെയിലി പഠിക്കുന്നുണ്ടോ, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണ്, അപ്പോൾ ആ ടീച്ചർ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ മെന്റേഴ്സിനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ വാർഡനും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അവരെ സേഫായിട്ട് നോക്കാനും. പിന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ അത് കുട്ടികൾക്ക് ഉള്ള പരിഭവങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണല്ലോ വേണ്ടത്. അപ്പം അതിന് നമ്മളെല്ലാവരും അവൈലബിൾ ആവുക എന്നുള്ളതാണ്. സൈക്കോളജിക്കൽ ഹെൽപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഫുൾ ടൈം ബേസിക്കലി ഞങ്ങളെല്ലാം ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ മേഖലയിൽ തന്നെ വർഷങ്ങളായുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടിക്ക് എന്ത് വേണമെന്നും കുട്ടിയുടെ പൾസും കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് കുട്ടിയുടെ മുഖം മാറി നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് കുട്ടിയുടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഏൽപ്പിച്ചു തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ലിനിൻ ചേട്ടനെ കാണാൻ നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഒരു കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരുപാട് വർഷമായി നമ്മൾ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഒരു കുട്ടിക്ക് ആവശ്യമുള്ളത്, എങ്ങനെയാണ് ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടത്, പാരന്റ്സിനെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ്. ഒരു എക്സാം കഴിഞ്ഞപ്പോൾ മാർക്ക് കുറഞ്ഞ് അത് പാരന്റ് അറിയുന്ന സമയത്ത് പാരന്റ് കുറച്ച് പാനിക് ആവും. അപ്പൊ ആ ഒരു പ്രഷർ ഒരു പക്ഷേ കുട്ടിക്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ മാനേജ് ചെയ്ത് കുട്ടിക്ക് ആ പ്രഷർ വരാതെ പക്ഷേ കുട്ടിയെ സ്കോറിലേക്ക് എത്തിക്കണം. അത് തന്നെയാണ് നമ്മളുടെ എൻ്റയർ ടീം എന്ത് ചെയ്യുന്നത് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ തന്നെ ഇപ്പം ഇനീഷ്യൽ ഡിസ്കഷനിലൊക്കെ പ്ലാൻ ചെയ്ത് കൂടുതൽ സമയം നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ മെജോറിറ്റി സമയം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് അവരുടെ ഹോസ്റ്റലിലാണെങ്കിലും ഈവൻ അവർ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നേരം പോലും നമ്മൾ അവിടെ കഴിയുന്ന ദിവസങ്ങളിൽ അവരെ കൂടെ ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണമെന്ന് പോലും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം എത്രത്തോളം അവരെ കൂടെ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സ്ട്രെസ് ഫ്രീ ആക്കിയിട്ട് അവർക്ക് മാക്സിമം ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മുടെ റൂമും നമ്മുടെ ക്യാബിനും നമ്മുടെ സ്പേസും ഒക്കെ എപ്പോഴും കുട്ടികൾക്ക് വരാൻ വേണ്ടി തുറന്നു കൊടുക്കുക. മുന്നേ വർക്ക് ചെയ്ത സമയത്തും ഈ കുട്ടികൾക്ക് ഇതെല്ലാം അവൈലബിൾ ആയിരുന്നു. പല സ്ഥലങ്ങളെ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞങ്ങളെല്ലാം, വലിയ പൊസിഷനിൽ ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെ അടുത്ത് ഉള്ള കുട്ടികളെ അക്സെപ്റ്റൻസ് ആദ്യമേ അറിയാം അവർക്കെല്ലാം. അതും തുടർന്നു പോകുന്നു എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൽ ഇപ്പം നമ്മളിതെല്ലാം ചർച്ച ചെയ്യുമ്പോഴും ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് ഇപ്പം ഈ ഒരു മാർക്ക് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് റിപ്പീറ്റർ കോഴ്സിന് കുട്ടി വരിക. അപ്പോൾ ഫുൾ A+ നേടിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഫുൾ A1 വലിയ മാർക്ക് നേടിയ കുട്ടിക്ക് മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിനുള്ളതാണ്. അത് കുട്ടിക്കുമുണ്ട്, പിന്നെ പാരന്റിനും ഉണ്ട്. ഞങ്ങൾ ഈ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ടാണ് ഒരു നീറ്റോ അല്ലെങ്കിൽ JEO ഒക്കെ റിസൾട്ട് വരുന്ന സമയത്ത് കാണാറുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ മാർക്ക് കിട്ടിയ കുട്ടികൾക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അവർക്ക് മാത്രമല്ല എന്ത് ചെയ്യാറുള്ളത്, ഈ നീറ്റോ JEE പോലത്തെ വലിയ വലിയ എക്സാമുകൾ അവർ മാത്രമല്ല ക്രാക്ക് ചെയ്യാറുള്ളത്. ഈ മാർക്ക് കുറഞ്ഞ നമ്മൾ പലപ്പോഴും ഈ +2ലെയും 10ാം ക്ലാസ്സിലേക്ക് എക്സാം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകളാണ്, വലിയ ഉത്തരങ്ങൾ എഴുതേണ്ട എക്സാമുകളാണ്. ഇതിൽ പലപ്പോഴും നമ്മുടെ പുതിയ കുട്ടി വിമുഖത കാണിക്കുന്ന കുട്ടിയാണ്. അപ്പം പൊതുവെ അവർക്ക് അതിലുള്ള മാർക്ക് കുറയും. എന്നാലോ ടക്കിന് ആൻസർ പറയുന്ന കുട്ടി അതിലുണ്ടായിരിക്കും. അവൻ ഈ 12ാം ക്ലാസ്സിലെ മാർക്ക് കുറവായിരിക്കും. പക്ഷെ അവൻ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് എക്സാമുകളിൽ ഒരുപാട് എക്സൽ ചെയ്യും. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾ ഒരുപാട് നമ്മളെ എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ട്. ഇപ്പം എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 12th ഒരു വിഷയം പരാജയപ്പെട്ട ഒരു മോൻ വരെ നമ്മുടെ ഒരു മുൻകാലം ഉണ്ടായിട്ടുണ്ട്. നീറ്റിൽ 12ാം ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടു, എന്നിട്ട് റിപ്പീറ്റർ വരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, എനിക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ആശങ്കകൾ കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി ആ വർഷം തന്നെ എന്താണ് എക്സാം പാസ്സാവുകയും ആ 12th എക്സാം പാസ്സാവുകയും അതേ വർഷം തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ പേഴ്സണൽ അനുഭവമായി പറയുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഒന്ന് ശ്രമിക്കണം. പക്ഷെ വെറുതെ ഏത് സ്ഥാപനത്തിലായാലും അന്ന് ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരിക്കലും പറയരുത്. ഒന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ മുൻകാല എക്സ്പീരിയൻസ്. ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്, പഠിക്കാൻ താല്പര്യമുള്ള പാഷനേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ റിസൾട്ട് ആക്കാൻ പറ്റും. അതിൽ ഞങ്ങളൊരു മാർക്ക് ക്രൈറ്റീരിയയെ പറയുന്നില്ല. ഏത് മാർക്കുള്ള ഒരു കുട്ടിയെയും പഠിക്കാൻ തയ്യാറായി വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന് 100% റിസൾട്ട് ആക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. ഇത് എപ്പോഴും ഉള്ള ഡൗട്ടാണ്. ഫുൾ A+ ഉണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞത്.
ഓക്കെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കാറുമുണ്ട്. ഇപ്പം നമ്മുടെ മനസ്സിലൊക്കെ പണ്ടത്തെ കെമിസ്ട്രി ഫിസിക്സ് ടീച്ചേഴ്സൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അത് ഗ്രാജുവലി കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു മാറ്റം വേണം, അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്ന ആസ് എ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും മുൻ ജനറേഷൻ പോലെ ആവരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം എന്താ പറയുക, പറഞ്ഞ പോലെ നിൽക്കുന്ന ടീച്ചേഴ്സിനെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മളോട് സ്നേഹം കാണിക്കുന്ന ടീച്ചേഴ്സ് നമുക്ക് ഒരുപാട് ഇഷ്ടം. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുക അങ്ങനെയുള്ള ഒരു ടീച്ചർ ആവണം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങളുടെ അടുത്തുള്ള ടീച്ചേഴ്സൊക്കെ വളരെ ഗ്രൗണ്ടഡ് ആണ്, വളരെ ഡൗൺ ടു എർത്ത് ആണ്. കുട്ടികളുടെ കൂടെ നടക്കും, ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും കൂടെ നടന്ന് രസവും കളിച്ച്. അല്ല, ഒരു പുതിയ കുട്ടിയെ നമുക്ക് അങ്ങനെ മാത്രമേ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ കാലഘട്ടത്തിലെ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ പോലെ പേടിപ്പിച്ചെത്തേണ്ട കുട്ടിയൊന്നുമല്ല. കുട്ടി എന്താണ്, ഭയങ്കര ഒരുപാട് കഴിവുള്ള കുട്ടിയുമാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളെ പറ്റി ഇപ്പോൾ പല നെഗറ്റീവ് കമൻസും ഇപ്പോൾ പറയുമ്പോഴും പഴയ പോലെ ബഹുമാനമില്ല കുട്ടിക്ക് എന്നൊക്കെ ഞാൻ തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ജാബി എന്റെ വയസ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചെങ്കിലും ഞാൻ എന്താണ് വളരെ മനസ്സുകൊണ്ട് ചെറിയൊരാളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കുട്ടി പറയുന്നത് ഈ ബഹുമാനം ഇല്ലായ്മയൊന്നുമല്ല കുട്ടി കാണിക്കുന്നത്. കുട്ടി ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആക്ച്വലി ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ അടുത്തുനിന്നും. അത് വയസ്സിന്റെ കാര്യമൊന്നും കുട്ടി നോക്കാറില്ല. ചെറിയ ആളുകളോടും വലിയ ആളുകളോടും കുട്ടി എന്ത് ചെയ്യുന്നു, ഭയങ്കര സ്നേഹത്തോടുകൂടി ഫ്രണ്ട് ആവാനുള്ള ശ്രമം, കുട്ടി ഒരു ബ്രോ ആവാനുള്ള ശ്രമം കുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് ക്ലാസ്സുകളിലും ആ രൂപത്തിൽ തന്നെ മുന്നിലേക്ക് പോകണം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, സ്ട്രെസ് ഫ്രീ ആയ ഒരു ക്യാമ്പസ് തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മുടെ ഒരു എൻട്രൻസിന്റെ കൾച്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാ ക്യാമ്പസുകളും വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു കുട്ടിക്ക് ഓപ്പൺ ആയിട്ട് ഒരു ഡൗട്ട് ചോദിക്കാൻ പോലും പേടിയുള്ള ക്യാമ്പസുകളാണ് ഒട്ടുമിക്ക ക്യാമ്പസുകളും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ക്യാമ്പസിനെ സ്ട്രെസ് ഫ്രീ ആക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു പ്ലാനാണ്. കാരണം സ്ട്രെസ് ഫ്രീ എന്ന് വാക്കുകളിലല്ല, കുട്ടിക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി. അതായത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്പോട്ടിൽ ആ ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇനി ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി ചോദിക്കുക എന്തൊക്കെ ഡൗട്ടുകളോ ചോദിക്കുമെന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നില്ലെങ്കിലും ആ ഡൗട്ടുകൾ അവർ ചോദിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണമെന്ന് നമ്മൾ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ക്യാമ്പസ് ഉള്ളതൊക്കെ വളരെ ആൾക്കാർ കൂടുതലുള്ള അല്ലെങ്കിൽ തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ് എല്ലാ ക്യാമ്പസും ഉള്ളത്. ഇപ്പം പാരൻസിനൊരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പോഴത്തെ എല്ലാ കോളേജിലും സ്കൂളിലും ലഹരിയുടെ ഇഷ്യൂ, കുട്ടികൾ സേഫ് ആണോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ കുട്ടികളുടെ കാര്യത്തിലുള്ള സുരക്ഷിത ഉറപ്പ് വരുത്തുന്നത്? അതിൽ ഒന്ന്, ക്യാമ്പസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സർവൈലൻസിലാണുള്ളത്. എല്ലാ രൂപത്തിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉണ്ട്. ഇനി ഒരു ക്യാമ്പസിൽ പഠിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ആ കുട്ടിയുടെ ട്രാവലിംഗ് നമ്മൾ എടുത്തു നോക്കണം. നമ്മൾ ആ കുട്ടി ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ബസ്സിലേക്ക് കയറി നേരെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. ആ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വാർഡൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, എല്ലാവിധ സുരക്ഷിതമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ ഒരിക്കലും ഈ കുട്ടിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റിനുള്ള പോസിബിലിറ്റി നിലവിൽ നമ്മുടെ ക്യാമ്പസിലില്ല. ഇത് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇനിയിപ്പോൾ ഈ ഹോസ്റ്റലുകളൊക്കെ ജയിലുകളാണോ എന്നൊരു തോട്ടൊക്കെ നോർമലി സംഭവിക്കാം. അത് ആ രൂപത്തിലല്ല. നമ്മൾ സ്വാഭാവികം കുട്ടിക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു, കുട്ടിയെ നല്ലോണം നോക്കുന്നു, കുട്ടി പഠിക്കുന്നു. അല്ലാതെ പിന്നെ അതിന് ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രിയേഷൻ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീറ്റ് പോലത്തെ അല്ലെങ്കിൽ ജെഇ പോലത്തെ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ കുട്ടി കോൺസെൻട്രേഷൻ ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഫോൺ വാങ്ങി വെക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയില്ലെങ്കിൽ കുട്ടിക്ക് ഒരിക്കലും ആ ലക്ഷ്യത്തിലേക്ക്, നമ്മളിതെല്ലാം പറയുമ്പോഴും സ്ട്രെസ് ഫ്രീ എന്നൊക്കെ പറയുമ്പോഴും കുട്ടിക്ക് ലക്ഷ്യത്തിലേക്ക് നടക്കണമെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് നമ്മൾ വെച്ചേ പറ്റും. അത് പരിമിതപ്പെടുത്തിക്കൊണ്ട് കുട്ടിയുടെ എന്താണ് സ്വഭാവത്തിലൊന്നും ഒരുപാട് ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ, കുട്ടിയെ ട്രോമയിലേക്കൊന്നും കൊണ്ടുപോകാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന ഹോസ്റ്റലുകളും പിന്നെ ക്യാമ്പസും തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നടത്താനുള്ള വിഭാവനം ചെയ്യുന്നത്. ഏതൊക്കെ കാര്യം, ഇപ്പോൾ ഫോൺ ഉപയോഗമില്ല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ട് ഇതിൽ? അല്ല, അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തായാലും ഉണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഇന്ററാക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളതുണ്ട്. പിന്നെ പാരൻസിന് അന്നേരം, അതായത് റിയൽ ടൈമിൽ അപ്ഡേറ്റ്സ് പോവുക എന്നുള്ളതാണ്. അപ്പം കുട്ടികളെ എല്ലാ ഡേയ്സും നമ്മൾ പറഞ്ഞ എക്സാം ഒക്കെ കഴിഞ്ഞാൽ ആ മെസ്സേജും കാര്യങ്ങളൊക്കെ പാരന്റ്സിന് പോകുന്നു. പിന്നെ പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് നമ്മൾ എല്ലാ മാസവും വെക്കും. അപ്പം പാരന്റ്സിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അഡ്രസ് ചെയ്യണം. കുട്ടികളുടെ ഇഷ്യൂസ് മാത്രമല്ല നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, പാരന്റ്സിന്റെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യണം. കുട്ടി നേരത്തെ പറഞ്ഞ പോലെ കുട്ടി കുറച്ച് മാർക്ക് കുറഞ്ഞ ഉടനെ പാരന്റ്സ് പാനിക് ആവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സാരമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താണ്
ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ്, അതിന് എന്താണ് സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം അതിനൊരു ടീം വർക്കാണ്. അതിൽ നമ്മൾ ടീച്ചേഴ്സ് അലൈൻഡ് ആയിരിക്കണം, പാരൻസ് കൂടെ ഉണ്ടാവണം, കുട്ടികൾ കൂടെ ഉണ്ടാവണം. എല്ലാവരും ഒരു ഗോളിലേക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് അത് അതിലേക്ക് എത്തുക. അപ്പം ഈ പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് മാക്സിമം സേഫ്റ്റി ഉള്ള ഹോസ്റ്റൽസും മാക്സിമം സേഫ്റ്റി ഉള്ള ട്രാൻസ്പോർട്ടേഷനും ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരു ജയിൽ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പരിപാടികളും ഇടയ്ക്കുന്ന സിനിമയ്ക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുമോ, അതും നമ്മൾ സൈഡിൽ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുക, ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക കുട്ടികളുടെ കൂട്ടത്തിൽ. അതിനൊക്കെ ടീച്ചേഴ്സിന് ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ നടക്കുന്ന, അതിനുവേണ്ടി നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതിനൊന്നും നമുക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും കുറയും. കാരണം ഒരു ദിവസം ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു എനർജി റിസ്റ്റോറാണ്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പും കൊടുത്ത് പാരൻസിനും അവരുടെ കുട്ടികൾ സേഫ് ആണ് എന്ന് എൻഷുർ ചെയ്ത് കുട്ടികൾക്കും അതേ സമയത്ത് കുറച്ചൊരു എൻജോയ്മെന്റും കൊടുത്ത് പഠിക്കുക എന്നുള്ള പ്രോസസ്സിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ സ്റ്റുഡൻസിനും കുറച്ച് ധൈര്യം വരും. ഇത്രയും ഫ്രീ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണല്ലോ. ഇപ്പം എനിക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു എക്സാം ആണ് നീറ്റ് എക്സാം. അപ്പം കഴിഞ്ഞ തവണ നീറ്റ് എക്സാം ക്യാൻസൽ ആയത് ഒരുപാട് കുട്ടികൾക്ക് അത് വളരെ മോശമായിട്ട് ബാധിച്ചു. വീണ്ടും അവർ എക്സാമിന് ഇപ്പോൾ ഒരുങ്ങാണ്. സോ മെന്റലി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. സോ അങ്ങനെ ഒരുപാട് കുട്ടികൾ ഡൗൺ ആയ സിറ്റിൽ ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. സോ എങ്ങനെയായിരുന്നു അത്? തീർച്ചയായിട്ടും അത് ആ എക്സാം മീൻസ് മാറ്റി റദ്ദാക്കി എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് നമ്മളറിയുന്ന കുട്ടികൾ ഒരുപാട് വിളിക്കുകയും കരയുകയും നമ്മുടെ അടുത്ത് എന്താ പറയുക ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ അടുത്തിപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് അധികം കുട്ടികൾ നമ്മുടെ അടുത്ത് റീനീറ്റ് എക്സാമിന് വേണ്ടി വന്നിട്ടുമുണ്ട്. അപ്പോൾ അവർ തുടക്കത്തിൽ കാണിച്ചൊരു പ്രശ്നം ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നില്ല. അതിന് കാരണം നമ്മളവരോട് പറഞ്ഞ കാര്യം ഇതൊരു ഒരു സാഹചര്യമാണ്. ഇത് NTA ഒരു 2-3 വർഷമായിട്ട് പരീക്ഷ നടത്തിപ്പിൽ ഭയങ്കരമായ പ്രശ്നം NTAയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അത് ആ വഴിക്ക് പോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു അവസരമായി കാണുക. ഇപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ, ഒരു അവസരമായി കണ്ട് ആദ്യത്തെ ഒരു എക്സാമാണ് നടക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, അതിനെ കണ്ട് മുന്നിലേക്ക് പോവുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ മക്കളിപ്പോൾ NTA ചെയ്തെന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മാസം സമയം നമ്മുടെ മക്കൾക്ക് കൊടുത്തു പഠിക്കാൻ, ഒന്നുകൂടി പഠിക്കുക എന്നുള്ളത് അത് വളരെ ആശാവഹമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടിയും കുട്ടികൾക്ക് കുറച്ച് പിന്നിലായി പോയ കുട്ടികൾക്ക് ഒന്നുകൂടി മുന്നിലേക്ക് കയറി വരാനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് +2 ഒക്കെ ഈ വർഷം എഴുതിയ കുട്ടികൾക്ക് ഒരു നല്ല അവസരം തന്നെയാണത്. അതിനെല്ലാ കുട്ടികളും പോസിറ്റീവായി എടുക്കുക എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വരും വർഷങ്ങളിൽ കുറച്ചുകൂടി പഴുതടച്ച എക്സാം രീതി ഗവൺമെൻറ് നടത്തുമെന്ന് പറയുന്നു. പിന്നെ CBT കമ്പ്യൂട്ടറൈസ്ഡ് മോഡലിലേക്ക് മാറുമെന്ന് പറയുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, നമ്മൾ സ്വാഗതം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പല കുട്ടികളും എക്സാം എഴുതി അല്ലെങ്കിൽ ആ ഫുൾ എഫേർട്ട് ഇട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇനിയും എഫേർട്ട് ഇടാനുള്ള ഒരു മീൻസ് താല്പര്യം കുറഞ്ഞു പോയ സിറ്റുവേഷൻസ് വരെ വന്നിട്ട്, താല്പര്യം കുറഞ്ഞതിനേക്കാളും എനിക്ക് തോന്നുന്നു അവര് പെട്ടെന്ന് മടുത്തു പോവുക എന്ന് പറയുമല്ലോ, ഡൗൺ ആയി പോവുക എന്നുള്ളതാണ്. പിന്നെ ഇത് നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് വിചാരിച്ച കുട്ടികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അവരാണ് അയ്യോ ഞാൻ ഇത്രയും മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ എഴുതിയല്ലോ, ഇനി വീണ്ടും ചില കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു 4 മാസത്തിലേക്ക് വിദേശത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ചില കുട്ടികള് രസകരമായ കാര്യം, ഒരു കുട്ടി എന്നെ വിളിച്ചു, സാർ എന്റെ ബുക്കെല്ലാം ഞാൻ വിറ്റു, എല്ലാ ബുക്കുകളും വിറ്റ് കഴിഞ്ഞു, കുട്ടി അങ്ങാണ്ട് ദുബായിലേക്ക് അങ്ങോട്ട് പോയി, അവിടുന്ന് പിന്നെ ഇത് റദ്ദാക്കി തരാൻ എന്നെ വിളിക്കും, ഇനി ഞാൻ എന്ത് ചെയ്യും സാർ? അപ്പൊ നമുക്ക് മാർഗം ഉണ്ടാക്കാൻ നീ വാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് അവരെ സഹായിക്കാമെന്ന് നമ്മൾ ഏറ്റു. ആ കുട്ടി വന്നിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു തമാശ കേൾക്കുമ്പോൾ തമാശയെ തോന്നുമെങ്കിൽ അത് ഭയങ്കരമായ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ് ആക്ച്വലി. ആ സമയത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതുപോലെയുള്ള ഒരുപാട് മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. കാരണം അതിന്റെ ഒരു ലാസ്റ്റ് മോഡൽ എക്സാം ആയിട്ട് ഒരു പക്ഷെ അതിനെ കണ്ട് അവരതിനെ പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. പക്ഷെ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് NTA വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള എക്സാമുകൾ കാരണം ഇതൊരു ഭാരിച്ച ചെലവാണ്. വീണ്ടും ഒരു എക്സാമിനേഷൻ നടത്തുക, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്, പ്രിന്റ് ചെയ്യുന്നു, ഇത്രയും ഇൻവിജിലേറ്റേഴ്സിനെ സെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭീമമായിട്ടുള്ള ചെലവ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് CBT ആയിട്ട് മാറും, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് എക്സാം ആയിട്ട് മാറും. അതോടുകൂടി പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് എന്ത് ചെയ്യും, ആ എക്സാം മാറി വരും. അപ്പോൾ നീറ്റ് എക്സാം എഴുതണ്ടെന്ന് കരുതിയിരിക്കുന്ന കുട്ടികളോട് എന്താണ് അവന് പറയാനുള്ളത്? അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് പ്രശ്നങ്ങൾ എന്താണേലും വരും, അതിപ്പോൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാലും വേറെ രൂപത്തിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവും.
അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാതെ ധൈര്യത്തോടെ തന്നെ അത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ കഴിഞ്ഞ എക്സാമിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് അതിന് വേണ്ട ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു കുട്ടിക്ക് ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ അടുത്ത വർഷമായിരുന്നു എഴുതേണ്ടി വന്നത്. അത് ആ ഒരു വർഷം കുറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ എഴുതാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മൾ എപ്പോഴും അതിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പം ആ ഒരു സമയം കുറഞ്ഞു, 1.5 മാസം കൊണ്ട് നമുക്ക് ഒന്നുകൂടെ എഴുതാനുള്ള ചാൻസ് കിട്ടി എന്ന് വിചാരിച്ച് തന്നെ എഴുതുക. പിന്നെ പാഷനേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നീറ്റ് എഴുതണമെന്നും ഇങ്ങനെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആവണം എന്ന് ആഗ്രഹമുള്ളൊരു കുട്ടിക്ക് ഒരിക്കലും മടുത്തു എന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ആ കുട്ടി എന്തായാലും എഴുതും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഫ്യൂച്ചറിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? അതിനോടൊപ്പം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത് റിപ്പീറ്റേഴ്സ് കോഴ്സിനെ പറ്റി മാത്രമാണ്, അതുപോലെ ഓൺലൈൻ കോഴ്സിനെ പറ്റി മാത്രമാണ്. അതിലേറെ പ്രധാനമുള്ള ഒരു കോഴ്സ് ആക്ച്വലി ഫ്യൂച്ചർ പവർഡ് ബൈ ഗൂഗിൾ നടത്തുന്നതിന്റെ പേര് ഫ്യൂച്ചർ സ്കൂളിംഗ് എന്നാണ്. ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് +1 +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്നതോടൊപ്പം നമ്മൾ നീറ്റ് JEE പോലത്തെ മത്സര പരീക്ഷകൾക്ക് കൂടി ആ 2 വർഷത്തിനുള്ളിൽ കുട്ടിയെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ കുട്ടി ഒരു 3rd ഇയറിൽ എന്ത് വരേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്തൊരു വർഷം കളയേണ്ട ആവശ്യമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അപ്പോൾ അതിലൂടെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, ആ നീറ്റ് സിലബസ് ആക്ച്വലി നീറ്റിൻ്റെയും JEE സിലബസ് തന്നെയാണ് കുട്ടി 11th-ലും 12th-ലും പഠിക്കുന്ന സിലബസ്. അപ്പോൾ സെയിം സിലബസ് പഠിച്ച് അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഈ 2 ഇയർ കൊണ്ട് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നീറ്റും JEE ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കേരളത്തിലുള്ള ഒരു മെജോറിറ്റി ആളുകളും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള എക്സാമുകൾ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നോർത്ത് ഇന്ത്യൻസ് കേരളത്തിനെക്കാട്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, കാരണം അവരുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ആരംഭിക്കുകയാണ്. അവർ ഒരു +2 ഒരു 10th എത്തുമ്പോഴേക്ക് +2 വരെയുള്ള എല്ലാ ടോപ്പിക്കുകളും പഠിച്ചു കഴിഞ്ഞു. അപ്പം ഈ കുട്ടികളോട് നമ്മൾ +2 കഴിഞ്ഞ് വരുന്ന നമ്മളെ കുട്ടികൾ ഇതൊന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് നേരത്തെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാതെ അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഒരു ഫ്യൂച്ചർ സ്കൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോർഡ് എക്സാമിനേഷൻ നന്നായിട്ട് എന്തായാലും അവർ പഠിക്കണം. കാരണം അവരൊരു നോർമൽ സ്കൂളിങ്ങിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ സാധാരണ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിൽ പോകുന്നു, അവിടെ ഒരു ട്യൂഷൻ സെന്ററിൽ നമ്മൾ പഠിക്കാൻ പോകും. അപ്പൊ എപ്പോഴും പറഞ്ഞാൽ ആ ട്യൂഷൻ സെന്റർ എപ്പോഴും ഫോക്കസ് ചെയ്യും. ട്യൂഷൻ സെന്റർ നന്നായിട്ട് ആത്മാർത്ഥ ചെയ്ത് പഠിപ്പിക്കും. അവർ അടുത്ത പരീക്ഷയ്ക്ക് ബോർഡ് എക്സാം ആയിരിക്കും, ആദ്യം വരുന്ന ഓണ പരീക്ഷ, പിന്നെ ക്രിസ്മസ് പരീക്ഷ, ഇതിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പ്രേരിപ്പിക്കുക. എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവിലാണ് അവരെന്ത് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ട്യൂഷൻ സെന്റേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പം എൻ്റെ ട്യൂഷൻ സെന്ററിലുള്ള കുട്ടിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് എന്ന് അവർക്ക് പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യും. പക്ഷെ അവിടെ എൻട്രൻസ് എപ്പോഴും എന്ത് ചെയ്യാണ്, മാറ്റി വെക്കും. അപ്പം ഇതിൽ ഫോക്കസ് ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇക്കോ സിസ്റ്റം എപ്പോഴും ഒരു ബോർഡ് എക്സാമിനേഷനിൽ മാർക്ക് വാങ്ങാന്നുള്ള രൂപത്തിലേക്ക് ഒതുങ്ങുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ കുട്ടിയും ഈ രൂപത്തിലേക്ക് മാറിപ്പോകും. അത് മാറ്റി അവരെ ഒരു ഇന്റഗ്രേറ്റഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വരുന്ന അവിടുത്തെ ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു ഇക്കോ സിസ്റ്റമാണ്. അപ്പം ആ കോമ്പറ്റീഷൻ മാറുന്നു, നമ്മളെ ചുറ്റുമുള്ള ആളുകളിൽ മാറ്റം വരുന്നു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ 2 വർഷം കൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. 3 സ്ഥലത്താണ് നമുക്ക് ഈ സ്കൂളിംഗ് ക്യാമ്പസ് ഉള്ളത്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂർ, ഒന്ന് കോഴിക്കോട്. ഇതിലും ഇതേ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റൽ സിസ്റ്റവും മെൻറ്ററും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ആക്ച്വലി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഏകദേശം ഞാൻ അതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാതെ എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റുകളെല്ലാം ആൾമോസ്റ്റ് നമുക്ക് ഫില്ലായി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ എന്തായാലും അത് ആക്ച്വലി കേരളം മനസ്സിലാക്കേണ്ട ഒരു കോഴ്സാണ്. അതിലാണ് കുറച്ചുകൂടി കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇത്തരം പരീക്ഷകൾ എഴുതി മുന്നിലേക്ക് പോകുന്നത്. എപ്പോഴും പാരന്റ്സ് ചിന്തിക്കുക, ഈ ചെറുപ്രായത്തിൽ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുക, അത് വേണ്ട, 2 കൊല്ലോട് കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാന്ന് പറയും. പക്ഷെ ഈ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് എപ്പോഴും നമ്മളൊരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നീറ്റ് JEE ടോപ്പ് റാങ്ക് മുഴുവൻ കിട്ടുന്നത് ആർക്കായിരിക്കും? ഈ പറയുന്ന കുട്ടികൾക്കായിരിക്കും. കാരണം അവർക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും. അവരൊരു 2 വർഷമോ മാറ്റി വെക്കാതെ ഡയറക്റ്റ് ആയിട്ട് വന്ന് എക്സാം എഴുതാണ്. അവർക്ക് സ്ട്രെസ് ഇല്ല. അവരാ പഠിച്ച ആ ഒരു സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് എഴുതാൻ വരുന്നത്. അല്ലാതെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് 11th-ഉം 12th-ഉം കഴിഞ്ഞ് വീണ്ടും ആ 2 വർഷം മുമ്പുള്ള ടോപ്പിക്ക് വീണ്ടും പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷനും ആ പറയുന്ന ആദ്യ 1 വർഷം കൊണ്ട് 2 വർഷത്തെ ടോപ്പിക്ക് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു മാർഗമാണ് 10th കഴിഞ്ഞ്
ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് പോകാന്ന് പറയുന്നത്. പല കുട്ടികളും 11th 12th പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ 12th മാത്രം ബോർഡ് എക്സാം ആയതുകൊണ്ട് പല കുട്ടികളും 11th പോർഷൻസ് നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ നീറ്റിന് 50% ആണ്, 50% 11th പോർഷനും 50% 12th പോർഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ കുട്ടി 12th മാത്രം പഠിച്ചൊരു കുട്ടി വരുമ്പോഴത്തേക്കും നീറ്റ് എക്സാമിൽ 11th ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് റിവൈസ് ചെയ്യാനുള്ള സമയം ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ എടുക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ രണ്ടും കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് 11th അത് പഠിക്കുമ്പോൾ തന്നെ നീറ്റിൽ എന്താണ് ചോദിക്കുക അല്ലെങ്കിൽ ജെയിൽ എന്താണ് ചോദിക്കുക എന്നുള്ളത് പഠിച്ചു വരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്, അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് വരുന്ന സമയത്ത് സമയപരിധി ഉണ്ടോ? ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയം നമുക്കത്, അതായത് ലൈവ് ക്ലാസ്സുകളാണ് വരുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നമല്ല, അവർ ആ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. വേറെ ആരെങ്കിലും ചോദിച്ച ഡൗട്ടുകളുടെ ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ ഒക്കെ അവൈലബിൾ ആയിരിക്കും. ടീച്ചേഴ്സിന്റെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കിട്ടിയപ്പോഴും ആ ലൈവിൽ വരുമ്പോഴാണ്. പക്ഷെ ആ ക്ലാസ്സുകൾ എപ്പോഴും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചും ഒബ്സർവ് ചെയ്യുന്ന 3 പേരായത് എന്ന നിലയിൽ ചോദിക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വേണം ഇപ്പം കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചോദിക്കുകയാണെങ്കിൽ? അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളതല്ല, ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ഇത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റിയും, ഈ ഒരു സയൻസ് ഓറിയന്റഡ് ആയ കോഴ്സുകളല്ല, ജനറലി എല്ലാ കോഴ്സുകളെ പറ്റിയുള്ള ഒരു ധാരണ കുട്ടിക്ക് ചെറിയ ക്ലാസ് മുതൽ തന്നെ കൊടുക്കണം. എങ്കിലേ നമ്മളെ കുട്ടി, അവന് ചില ഐഡിയാസ് ഉണ്ടായിരിക്കും, അവന് ഇന്നതാവണം ഒക്കെ മനസ്സിൽ തോന്നും. പക്ഷെ അത് ഏത് വഴിയിലൂടെ പോകണം എന്ന് അവന് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആരും പറഞ്ഞു കൊടുക്കാനില്ല. ഇല്ല. അപ്പോൾ ഒരു ചെറിയ ക്ലാസ്, അപ്പർ പ്രൈമറി ക്ലാസ് മുതൽക്ക് തന്നെ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റിയും എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചേരുന്നത് പറ്റി ധാരണ ഒരു സിലബസിൻ്റെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി മുന്നിലേക്ക് കൊണ്ടുവന്നാൽ കുട്ടിയെ സംബന്ധിച്ച് 10th എത്തുമ്പോഴും 12th എത്തുമ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഞാൻ എങ്ങോട്ട് പോകണം. ഇപ്പോൾ നമ്മളെ പല കുട്ടികൾക്കും അറിയില്ല എങ്ങോട്ട്, അത് അവരെ കുഴപ്പമല്ല, നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് അവരെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നല്ലതാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ ചെയ്തു വരുന്നുണ്ട്. അതൊന്നും കൂടി ഇലാബറേറ്റായിട്ട് ചെയ്താൽ വളരെയധികം നന്നായിരിക്കുന്ന ഒരു അഭിപ്രായമാണ് ആ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചുള്ളത്. എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറച്ചുകൂടി ഇത് നേരത്തെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ രൂപത്തിലുള്ള ട്രെയിനിങ്ങുകൾ തന്നെ നേരത്തെ ആരംഭിച്ച്, അതായത് ഇപ്പോൾ ഒരു 5th ഓൺവേർഡ്സ് എങ്കിലും ഒരു കുട്ടി എന്താവണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഏറെക്കുറെ എങ്കിലും പ്ലാൻ ആയിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ പെർഫോം ചെയ്ത് വരാനുള്ള ഒരവസരം കൂടി ആ സമയത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് ഒരു എക്സ്ട്രാ സെഷൻ എങ്കിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വളർന്നു വരുന്നതോടൊപ്പം തന്നെ അവർക്ക് അതിലൂടെ മാസ്റ്ററായി മാറാൻ കഴിയും. അത് ഏതാണെങ്കിലും കഴിയുന്നതും ആ ഒരു നമ്മളെ സിലബസിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്ന് ഒരു തോന്നലുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആണ്, അത് എല്ലാവർക്കും ഈക്വലി കിട്ടേണ്ട ഒന്നാണ്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അത് ഓൾറെഡി വളരെ ഹൈ ആണ്. ഈ പറഞ്ഞ പോലെ അവയർനെസ് പാരൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്, നമ്മുടെ ഇവിടുത്തെ പാരൻസ് ഒക്കെ ഒരുവിധം അവെയറുമാണ്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ കുട്ടികൾക്കും ആക്സസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് അവർക്ക് എന്താണോ ലക്ഷ്യം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്സസ് ഉണ്ടാവുക എന്നും അതിന് തടസ്സങ്ങളായിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പം പല രീതിയിലുള്ള തടസ്സം, ചിലപ്പം പാരൻസ് ആയിരിക്കും പറയുക, അതായത് ഈ കോഴ്സൊന്നും എടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുത്താൽ മതി എന്ന് പറയുക. അപ്പോൾ പാരൻസ് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ആ കുട്ടി ഇതങ്ങനെ പറയുന്നത്, എന്തെങ്കിലും ഒരു സ്കില്ല് തനിക്കുണ്ട് എന്ന് വിശ്വസിച്ചിട്ടായിരിക്കും ആ കുട്ടി ഇത് പറയുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വഴി ഒരുക്കി കൊടുക്കുക. അതേസമയത്ത് വേറൊരു പ്രശ്നം വരുന്ന ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നമ്മൾ പറയുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ കുട്ടി പറയുന്ന കോഴ്സിൽ വിടാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻസ് നമുക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ വിഷനുള്ള ആൾക്കാർ ഈ വഴി ഒരുക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റത്തിന് ആണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വരും കാലത്തെ ഫ്യൂച്ചറിന്റെ പ്ലാൻ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാന് ഞങ്ങൾ ആദ്യത്തിൽ ഡിസ്കസ് ചെയ്തതിൽ വരുന്നത് നമ്മളൊരു റെവല്യൂഷൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതേ ക്രമത്തിൽ നമുക്ക് എല്ലാ വർഷവും കൊടുക്കാൻ കഴിയണം. കാരണം ഇതൊരു വർഷത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറായിട്ടല്ല, ത്രൂ ഔട്ടായിട്ട് ഈ പറയുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ അശ്വി പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതിലൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ചില ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്
ചില വിഭാഗങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഏത് സെൻറ്റർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സെൻറ്ററിലൊക്കെ തന്നെ ഒരു പ്രീമിയം സ്റ്റുഡൻസ് ഉണ്ടാവും, ഒരു പ്രീമിയം ടീച്ചേഴ്സും ഉണ്ടാവും. ഇവർ തമ്മിൽ മാത്രമേ കണക്ഷൻസ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും ആ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്രീമിയം ടീച്ചേഴ്സ്, ഈ പ്രീമിയം ബാച്ചിൽ നിന്നാണ്. അപ്പം അല്ലാത്ത ഒരു 95% സ്റ്റുഡൻസ് അവിടെ ഉണ്ടാവും ആ ഏത് സ്ഥാപനത്തിലാണെങ്കിലും. അപ്പം എന്ന് വെച്ചാൽ അവർക്ക് ഇവരെ എക്സ്പീരിയൻസ് ചെയ്യാനോ ഇവർക്ക് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കിട്ടാനോ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റയർ ഇയറിൽ എൻ്റയർ ടീച്ചേഴ്സിൻ്റെ സേവനം എല്ലാ ആളുകൾക്കും കിട്ടുക. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. കാരണം നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് എന്താവണം എന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പല ആഗ്രഹങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിലൊരു മെജോറിറ്റി ആളുകൾ എടുത്തു കഴിഞ്ഞാലും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞ ആളുകളായിരിക്കും. പല ഓപ്ഷൻസും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു പകുതി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ പറഞ്ഞ ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ പിൽക്കാലത്ത് നോക്കുന്ന സമയത്ത് ഇവരാരും ഈ ഒരു ഓപ്ഷനിൽ എത്തിയിട്ടുണ്ടാവില്ല. അതിൽ പ്രധാനമായിട്ടും അവർക്ക് തടസ്സമായിട്ടുണ്ടാവുക ഒന്നിപ്പോൾ ഇതിൻ്റെ ഒരു ചെലവുകൾ ആലോചിക്കുന്ന സമയത്ത് പാരൻസ് എന്ത് പറയും, അതിനുള്ള നമുക്ക് ആവില്ല. അല്ലെ കുട്ടി തന്നെ റിയലൈസ് ചെയ്യും എൻ്റെ പാരൻസിന് ഇതിനുള്ള കഴിവില്ല, ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവരെ വെറുതെ വിഷമിപ്പിക്കണ്ട. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലുള്ള നമ്മളുടെ ക്ലാസ്മേറ്റ്സ് പോലും പലപ്പോഴും അങ്ങനെ പോയതൊക്കെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണം. അതിന് നമ്മളാൽ കഴിയുന്ന പരമാവധി സപ്പോർട്ട് നമ്മൾ കേരളത്തിലുടനീളം കൊടുക്കും. അത് ഈ ക്ലാസ് മുതൽ, ഇപ്പം നമ്മൾ 7ാം ക്ലാസ് മുതലാണെങ്കിൽ ഇനി അടുത്ത വർഷം മുതൽ നമ്മളത് ക്ലാസ് 1 മുതൽ നമ്മളത് ആ രൂപത്തിലേക്ക് കൊണ്ടുവരും. ഇത് തന്നെയാണ് നമ്മുടെ ഒരു വിഷൻ. പിന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇപ്പൊ ഫീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് നോർമൽ ഫീസാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും ഇപ്പൊ എനിക്ക് ഒരു 5ഓളം സ്കോളർഷിപ്പ് എക്സാം നമ്മൾ നടത്തി കഴിഞ്ഞു, ഇനി നടത്താൻ പോവുകയാണ്. അപ്പൊ ഈ സ്കോളർഷിപ്പ് എക്സാമിലൂടെ കുട്ടിക്ക് വേണമെങ്കിൽ 100% എന്ത് ചെയ്യാം, മിടുക്കരായ കുട്ടികൾക്ക് 100% ഫീ ഇല്ലാതെ തന്നെ നമ്മുടെ ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരവുമുണ്ട്. അത് ഇതിന് പുറമേ ഉള്ള അവർക്കുള്ള ഒരു ബെനിഫിറ്റാണ്. അപ്പൊ അതുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. ആക്ച്വലി പുതിയ കാര്യങ്ങൾ ഓൾറെഡി ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പം അടുത്ത വർഷത്തേക്കുള്ള കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുക. ഫ്യൂച്ചർ കുട്ടികൾ തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചർ ഡോക്ടേഴ്സും ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സും ഫ്യൂച്ചറിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഫ്യൂച്ചർ വലിയൊരു വിജയമാവട്ടെ. താങ്ക് യു.